നല്ലവനായിട്ട് അഭിനയിച്ച് നമ്മളെ എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞില്ലേ? ഇതുകൊണ്ട് തന്നെ പറഞ്ഞത് നമ്മുടെ നല്ലവനായ നേതാവ് ഭൂപതി സാറിനെ CM ആക്കാൻ. നിങ്ങളാണല്ലോ അടുത്ത CM എന്ന് പറയുന്നത്. ഞാൻ CM ആകുന്നു? എന്ത് ചോദ്യം ഇത്? ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ കളികളാ. സത്യമൂർത്തി സാർ നല്ലവനാണെന്ന് ഞാൻ നിരൂപിക്കും. അദ്ദേഹത്തെ CM ആക്കാതെ ഞാൻ അടങ്ങില്ല. എഴുത്. ഇവനെല്ലാം ഒരു നേതാവാണോ? രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന ഒരു പെണ്ണിനെ അശ്ലീല ചിത്രങ്ങൾ കാണിക്കുന്നു. ഇവനൊക്കെ മുഖ്യമന്ത്രിയായുള്ള അവസ്ഥ. പീഡനവീരൻ സത്യമൂർത്തി. രാഷ്ട്രീയത്തിലിരിക്കുന്ന ഒരു സ്ത്രീയോട് ഇയാൾ എങ്ങനെ പെരുമാറിയ സ്വന്തം മോളോട് ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക? ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും അധികാരത്തിൽ വരാൻ പാടില്ല. 234 പേരുടെ നടുവിൽ ഒരു ബൊമ്മയായി തലയാട്ടി നിൽക്കാൻ എനിക്ക് കഴിയില്ല. നേരെ CMന്റെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി ഒരു MLA പോലും ആകാതെ നിൽക്കുവാ ഞാൻ. വേറൊരുത്തം മേളിലോട്ട് പോയതേ ഉള്ളൂ. തക്കം നോക്കി താൻ കയറി ഇരുന്നല്ലോ. ഇയാൾ മേളിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പോകുന്ന ഒന്ന് രാജിവെച്ചുകൂടെ? മുഖ്യമന്ത്രിയാകാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, ജനങ്ങളാണ് തീരുമാനിച്ചത്. ജനങ്ങൾ പറയട്ടെ, ഞാൻ മാറാം. ജനങ്ങൾ ആ മണ്ടന്മാർക്ക് എങ്ങനെ പറയാൻ കഴിയും? അവന്മാര് താനെന്തോ ആനയോ ചേനയാന്ന് കഴിയും തലയിലെടുത്ത് വെച്ചിരിക്കുക. മനസ്സിലായല്ലോ, നിന്നെപ്പോലെ ഒരുത്തൻ മുഖ്യമന്ത്രിയാകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലടാ. ഇവിടെ നിന്ന് വേഗം പോ. ഉത്തരവ് പോലെ. നമ്മുടെ പാർട്ടിയുടെ നേതാവ് തങ്കക്കുട്ടൻ, ഈ രാജ്യത്തിന്റെ ശക്തി ശ്രീമാൻ സത്യമൂർത്തി സാറിനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നമ്മളെല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വാ സാറേ, ഇങ്ങോട്ട് വാ. നേതാവ് സത്യമൂർത്തി, നേതാവ് സത്യമൂർത്തി, നേതാവ് സത്യമൂർത്തി, നേതാവ് സത്യമൂർത്തി. അഭിനന്ദനം സാർ. വളരെ സന്തോഷം. നമസ്കാരം നേതാവേ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പറയൂ സാറേ. കലക്കി. ശരി. നിങ്ങൾക്ക് വേണ്ടിയില്ല എല്ലാം. പുതുശ്ശേരിയിലെ MLA. ഒരു മിനിറ്റ്, എന്താണെന്ന് നോക്കുമോളെ. MMS പോലും നോക്കാൻ അറിയില്ല നേതാവേ. അതെ. നിങ്ങളൊക്കെ ഒരു നേതാവാണോ? എല്ലാവരും നോക്കിക്കേ, ഇത്ര ആൾക്കാർ കൂടി നിൽക്കുമ്പോ ഒരു ആവാസത്തര ഇയാളെന്നെ കാണിച്ചത്. നീ എന്റെ എല്ലാവരും ഇത് കണ്ടില്ലേ? അയാളുടെ മോളുടെ പ്രായമുള്ളൂ എനിക്ക്. എന്നിട്ട് ഇങ്ങനത്തെ ചിത്രം കാണിക്കാൻ കൊള്ളാമോ? പാർട്ടിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നതാണോ? എന്തുകൊണ്ടാ ഇത് പുറത്ത് പറയാഞ്ഞത്? എല്ലാവരും അടിച്ചു കൊല്ല്. പക്ഷെ ചാവുന്നത് വരെ ഇയാളൊരു പെണ്ണുപിടിയാണെന്ന് ഞാൻ എല്ലാവരോടും പിടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാരും അറിയട്ടെ. പക്ഷെ ചാവുന്നത് വരെ ഇയാളൊരു പെണ്ണുപിടിയാണെന്ന് ഞാൻ എല്ലാവരോടും പിടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാരും അറിയട്ടെ. ഹലോ അച്ഛാ, എന്താ ചെയ്ത്? എന്തൊക്കെയാ കേക്കുന്നേ? അച്ഛൻ തെറ്റൊന്നും ചെയ്തില്ല മോളെ. അച്ഛാ, 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 അച്ഛാ. വസുന്ധരയെ അശ്ലീല ചിത്രങ്ങൾ കാണിച്ചു എന്ന അപകീർത്തിയാൽ CM സത്യമൂർത്തി അപമാനം സഹിക്കവയ്യാതെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സാറേ, സാറേ, അയ്യോ സാറേ, സാറേ, അയ്യോ എന്താ ഇത്? അയ്യോ സഹിക്കാൻ പറ്റത്തില്ല. അയ്യോ, എവിടെയാടാ മീഡിയ? എവിടെയാടാ എല്ലാവരും? സത്യം എന്താണെന്നറിയാതെ ഞങ്ങളുടെ നേതാവിനെ എല്ലാവരും ചേർത്ത് കൊന്നില്ലേ? എത്ര നല്ല മനുഷ്യനായിരുന്നു. നന്ദിയില്ലേ നിങ്ങൾക്ക്? മനസാക്ഷിയില്ലേ? എങ്ങനെ ഉണ്ടാകും? ഗാന്ധിയെ കൊന്ന നാടല്ലേ ഇത്? സത്യമൂർത്തി സാർ മരിക്കാൻ കാരണം മീഡിയയാണ്. നിങ്ങൾ തന്നെയാണ്. ഈ മീഡിയയാണ്. എല്ലാം ലൈവ്, എല്ലാം ന്യൂസ്. ഒന്ന് ഇരുന്നാ ന്യൂസ്, ഒന്ന് നിന്നാ ന്യൂസ്, ഒന്ന് തുപ്പിയാ ന്യൂസ്. ഇപ്പൊ ഞങ്ങളുടെ നേതാവ് മരിച്ചത് നിങ്ങൾക്ക് ന്യൂസ് അല്ലേ? എടുക്ക് ഫോട്ടോ. ആകുന്നിടം വരെ ഇവിടെ ഇരിക്കാം. എടുക്ക് ഫോട്ടോ. എടുക്ക് ലൈവ്. മുൻ നേതാവ് പോയി, ഇനി നിങ്ങളും പോയാൽ നമ്മുടെ പാർട്ടി ആരും നോക്കാൻ? ഞാൻ ഒരിക്കലും ചാകില്ലടോ. ഒരു മണ്ടനല്ല ഞാൻ. ഞങ്ങളുടെ നേതാവിന്റെ മേലെ കെട്ടിവെച്ച ഈ പഴി തുടച്ചു മാറ്റാതെ ഞാൻ ചാകില്ല. നിങ്ങൾ കേട്ടോ? ജനങ്ങൾക്ക് വേണ്ടി, എന്റെ പാർട്ടിക്ക് വേണ്ടി, എന്റെ നേതാവിന് വേണ്ടി ഞാൻ CM ആകും. പാർട്ടി ഏത് രീതിയിലാണ് എന്റെ നേതാവ് മുന്നോട്ട് കൊണ്ടുപോയത് അതേ രീതി മുന്നോട്ട് കൊണ്ടുപോയി പ്രതിപക്ഷത്തിനോട് എണ്ണി എണ്ണി പക ചോദിച്ചുകൊണ്ട് എന്റെ നേതാവിന്റെ സ്വപ്നം നിറവേറ്റി ഞാൻ CM ആകാതെ മരിക്കില്ല. സാറേ, നിങ്ങളെ വിളിച്ചത്. എന്നെ വിളിച്ചേ? വാ സാറേ ഇങ്ങോട്ട്. എന്താ കാര്യം?
സാറിന്റെ കാർ എന്താ പഞ്ചറായോ? ഇല്ലില്ല. ഇതെന്താ റിസപ്ഷൻ എന്നിട്ട് ഓടി വന്ന പോലെ ഉണ്ടല്ലോ, കോട്ടൊക്കെ ഇട്ടുണ്ട്. അപ്പൊ മീറ്റിംഗിനായിട്ട് നോർത്തിൽ നിന്ന് വന്നായിരിക്കും അല്ലേ? അയ്യോ, ഞാൻ നോർത്തിൽ നിന്നല്ല. സാറിന് ഈ മീശയും കൂട്ടും കണ്ടിട്ട് അനിൽ കപൂറിനെ പോലെ ഉണ്ടല്ലോ. വന്നാട്ടെ സാറേ, നമ്മുടെ ഓട്ടോ. അയ്യോ വേണ്ട, ഞാൻ കാറിൽ തന്നെയാണ് സാറേ. ഒരു ദിവസം നാച്ചുറൽ കാറ്റ് കൊണ്ട് ഓട്ടോ പോവാം. വാ സാറേ, ഞാൻ അധികം കാശ് ചോദിക്കില്ല സാർ. അയ്യോ, എന്റെ ചേഞ്ച് ഇല്ല സാറേ. എന്നാ സാറേ എപ്പോഴും ചേഞ്ച് വെച്ചു നടക്കാൻ? നിങ്ങൾ പെട്ടിക്കിടക്കാരനോ? നിങ്ങൾ വലിയ കോടീശ്വരനല്ലേ? ഡെബിറ്റ് കാർഡ് ഉണ്ടാവുമല്ലോ, ആവശ്യത്തിന് വരച്ചാ പോരെ. അയ്യോ, അങ്ങനെ ഞാൻ ആദ്യത്തെ കസ്റ്റമർ നിങ്ങൾ വേണ്ടെന്ന് പറയരുത്. കേറിയട്ടെ 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 സാറേ. ഞാൻ പറഞ്ഞു, എന്റെ ചേഞ്ച് ഇല്ല. അയ്യോ അല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോകാം സാറേ. അല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ ചേഞ്ച് ഇല്ല. ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എന്റെ ചേഞ്ച് സാറേ ചുമ്മാ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ എവിടെ പോണോന്ന് പറ സാറേ. പറഞ്ഞാട്ടെ സാറേ, എവിടെ പോണം? ഒരുപാട് സ്ഥലത്ത് പോണം. ഒരുപാട് സ്ഥലത്തോ? ഇന്നത്തെ കോളത്ത് സാർ ആദ്യം എങ്ങോട്ടാ പോകേണ്ടത്? ആദ്യം എല്ലാ ബാറിലും പോണം. ഈ രാവിലെ തന്നെ വേണോ സാറേ? ഇന്നലത്തെ കെട്ടിനെ തലവേന വിട്ടില്ല സാറേ. അയ്യോ, ഞാൻ വെള്ളമടിക്കാൻ വേണ്ടി പോവല്ല. പിന്നെ പ്രാർത്ഥിക്കാനാണോ എല്ലാരും ബാറിലോട്ട് പോകുന്നത്? ചേട്ടാ, ഈ വെള്ളവടി സിഗരറ്റ് വലി സാർ ഇതൊന്നും ശീലമില്ലെന്നാ പറഞ്ഞു വന്ന ഞാൻ. ഓ സാറേ, ഇതുപോലത്തെ സ്റ്റൈലൻ പഞ്ച് ഡയലോഗൊക്കെ വേണ്ടാന്ന് വെച്ച് ഞാൻ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുക സാറേ. ഈ പ്രായത്തിൽ ഇതൊക്കെ വേണോ സാറേ? അതൊക്കെ പോട്ടെ, ബാറിൽ ആരെ കാണാനാ സാറ് പോകുന്നേ? എനിക്ക് അറിഞ്ഞ ഒരാളുണ്ട് അവിടെ. അവൻ ഫുൾ ടൈം വെള്ളത്തില. പക്ഷേ ഏത് ബാറിലുണ്ടാവുമെന്ന് അറിയില്ല. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. നമുക്ക് എവിടെ ആണെങ്കിലും കണ്ടുപിടിക്കാം സാറേ. എന്താ ചേട്ടാ, രജനീകാന്തിന്റെ ഫാനാണോ? സാറേ ഞാൻ ഫാൻ മാത്രമല്ല സാറേ. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, മൊത്തം ഹോം അപ്ലയൻസസ് ഞാനാ സാറേ. ആഹാ, ചേട്ടന്റെ പേരെന്താ? എന്താ നോക്കുന്നേ? പേര് പറയാൻ വന്നതാ സാറേ. രജനി. നല്ല പേരാണല്ലോ ചേട്ടാ. അപ്പൊ ഈ എഴുതിയേക്കുന്ന പേര്? അത് കെട്ടിടപ്പണി നടത്തുന്ന മേസ്ത്രിയുടെ പേരാ. അതാരാ ചേട്ടാ? എന്റെ മുത്തച്ഛനാ സാറേ. ആ പേരെടുത്ത് മുത്തശ്ശി എന്റെ തലയിലോട്ട് വെച്ചു. അല്ല സാറ് തന്നെ പറ, അയ്യപ്പൻ എന്നുള്ള പേരാണോ രജനി എന്നുള്ള പേരാണോ നല്ലത്? രജനി എന്നുള്ള പേരാ നല്ലത്. താങ്ക് യു സാർ. ബൈ ദ ബൈ, സോറി സാർ, എന്റെ ഹിസ്റ്ററി പറഞ്ഞ് സാറിന്റെ ജോഗ്രഫി ചോദിക്കാൻ മറന്നുപോയി. സാറിന്റെ പേരെന്താ? ഐ എം കമൽ. എന്താ സാറേ, അപ്പൊ ഞാൻ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രേം നസീർ എന്ന് പറയൂ? വണ്ടി വരെ നിന്നുപോയി, തമാശ പറയുവാ? അയ്യോ, തമാശ പറഞ്ഞതല്ല. എന്റെ പേര് കമലഹാസൻ എന്ന്. ചുരുക്കി എല്ലാരും എന്നെ കമൽ എന്ന് വിളിക്കും. ഓ അങ്ങനെയാണോ കമൽ? അതെ രജനി. സാർ രജനി കമൽ, കാശ് കൊടുത്ത പോലെ ഇത്രയും കോമ്പിനേഷൻ കിട്ടില്ല സാറേ. സാർ നമുക്ക് ഉണ്ട് സാറേ, ഒരുത്ത ഉണ്ട് സാറേ. വെറുതെ ഓട്ടോയിൽ കയറില്ലെന്ന് വാശി പിടിച്ചിട്ട്. അതൊക്കെ പോട്ടെ സാറേ, സ്വന്തം നാട് ഇവിടെ ആലപ്പുഴയാ? അല്ല രജനി, കാരാപ്പുഴയാ. കമൽ സാറേ എന്റെ നാടിന്റെ അടുത്താണോ? അതെ സാർ, എന്റെ നാട് കോടിമത. ആഹാ. അല്ല സാർ, ഇവിടെ എന്ത് ജോലിക്കാ സാറ് വന്നത്? റെയിൽവേ മിനിസ്റ്റർ കാളിദാസനെ കാണാൻ വന്നത്. അവരെന്തിനാ സാറ് കാണാൻ വന്നത്? കാരാപ്പുഴയ്ക്ക് അടുത്താണ് എൻ്റെ സ്വന്തം നാട്. അവിടെയാണ് ഞങ്ങളുടെ തറവാട്ട് വീടും. എത്ര തലമുറ അവിടെ ജീവിച്ചു എന്നറിയില്ല. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റ് ഞങ്ങളുടെ വീടൊരു സത്രമാക്കി. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാചകം നടന്നുകൊണ്ടേയിരിക്കും. ചേച്ചി എത്ര നേരമായി? ഒന്ന് വേഗം നാട്ടെ. ചേട്ടാ സാമ്പാർ റെഡിയായോ? എന്താ ചേട്ടാ, ഉപ്പുമില്ല പുളിയിലൊന്ന് വേഗം നാവട്ടെ. വിശപ്പോടെ വന്നവർ വയറ് നിറഞ്ഞു പോകണമെന്ന് എൻ്റെ മുത്തശ്ശൻ പറയും. ജീവിതം സന്തോഷകരമായിരുന്നു. ഞങ്ങളുടെ വീടിനോട് ചേർന്നൊരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. അവിടെ ട്രാഫിക് അധികം ആയതുകൊണ്ട് അതിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു സബ്വേ ഉണ്ടാക്കണമെന്ന് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു. ആ സ്ഥലത്തിനു വേണ്ടി റിയൽ എസ്റ്റേറ്റുകാർ ചെയ്ത ക്രമക്കേട് കൊണ്ട് ഞങ്ങളുടെ വീടിരുന്ന സ്ഥലത്ത് സബ്വേ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വീടിടിക്കാനും തീരുമാനമായി. മോനെ, ഇപ്പൊ ജീവനോടെ ഇല്ലെങ്കിലും നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചതാ ഇവിടെ. മറ്റുള്ളവരുടെ കണ്ണിൽ വേണമെങ്കിൽ ഇതൊരു കെട്ടിടമായി തോന്നാം. ഇത് നമ്മുടെ വംശത്തിന്റെ ഓർമ്മയ്ക്കുള്ളതാണ്. ഒരു കാരണം കൊണ്ടും ഇത് കൈവിടാൻ പാടില്ല മോനെ. എനിക്കറിയാം മുത്തശ്ശ, ഇത് വെറും വീടല്ല, എൻ്റെ ജീവന. വിട്ടുകൊടുക്കുമോ ഞാൻ? അച്ഛൻ പേടിക്കണ്ട. തിരുവനന്തപുരത്ത് പോകുന്നു, മന്ത്രിയെ കാണുന്നു, അപേക്ഷ കൊടുക്കുന്നു, വീട് തിരിച്ചെടുക്കുന്നു. അനുഗ്രഹിക്കണം. നന്നായി വാ മോനെ, സൂക്ഷിച്ചു പോ. നിങ്ങൾ ക്യൂവിൽ നിൽക്കുക. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് നടക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ക്യൂ ആയിരിക്കും മാത്രമേ ഇനി ഞങ്ങളെ സഹായിക്കാൻ സാറേ, ഞാൻ കാരപ്പുഴയിൽ നിന്ന് വരിക. സാറേ ഞങ്ങളുടെ വീടിന്റെ കാര്യം. ചേട്ടൻ കൊടുത്തില്ല ചേട്ടാ, ഞാൻ കൊടുത്ത്. വന്ന കാര്യം ശരിയായല്ലോ. ഇങ്ങോട്ട് മാറ്. ചേട്ടാ, ഒരു സ്ട്രോങ് ചായ എടുത്തു. ഇവിടെ ഒരു ചായ എടുത്തേ.
ബജ്ജി എടുത്ത് കഴിക്കേ. കഴിക്കാൻ രാവിലെ തുടങ്ങി കഴിക്കേ വിശപ്പാ. കഴിക്കേ. എന്തൊരു എണ്ണ ചേട്ടാ, ഒരു പേപ്പർ താ. അതിനെന്താ, പേപ്പർ തരാമല്ലോ. എന്നാ, ഇതെന്തൊരു അന്യായവാ? ഇത് ഞാൻ കൊടുത്ത അപേക്ഷയാ. കൊടുത്തിട്ട് 10 മിനിറ്റ് പോലും ആയില്ല. അതെ അനിയാ, എന്നാ ഇതുകൂടെ നോക്ക്. ഇതെന്താ? ഡാമിന്റെ എല്ലാ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കണമെന്ന് റെയിൽവേ മന്ത്രി. റെയിൽവേ മന്ത്രി കേന്ദ്രത്തിന് കൊടുത്ത അപേക്ഷ വരെ ഇവിടെയുണ്ട്. നോക്ക്, നിന്റെ അപേക്ഷ ഇവിടെ എത്തിയതിൽ യാതൊരു അത്ഭുതമില്ല മോനെ. ഇവിടം കൊണ്ടൊന്നും ശരിയാവില്ല. മന്ത്രിയായിട്ട് അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ട് ആദ്യം അവിടെ പോയി കാണും. ചേട്ടൻ ആരെങ്കിലും അറിയാവോ? ദാ നിൽക്കുന്ന ആളാ നോക്കിയാ. ആ ചായക്കടയിലെ ചേട്ടൻ ഒരാളെ കാണിച്ചു. ആ കാണിച്ച ആളിന്റെ അളിയന്റെ ചേട്ടന്റെ ഭാര്യയുടെ ചിറ്റപ്പൻ മിനിസ്റ്ററുടെ ഡ്രൈവറിന്റെ ചെറിയച്ഛന്റെ മരുമകന്റെ ഫ്രണ്ടാണ്. ശേഖരൻ, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ? നമസ്കാരം ചേട്ടാ. ആ, ഇരിക്കേ. ചേട്ടാ, നാട്ടിൽ ഞങ്ങളുടെ തറവാട്. ആദ്യം ഒരു പൈന്റ് പറ. ശീലമില്ല ചേട്ടാ. എനിക്ക് വേണ്ടിയാ. ഒരു ക്വാർട്ടർ. അയ്യോ, പൈന്റ്. ഒരു ക്വാർട്ടർ ചേട്ടാ. പൈന്റ്. ഒരു ക്വാർട്ടർ മതി ചേട്ടാ. രണ്ടുപേരും തർക്കിക്കണ്ട. ഒരു ക്വാർട്ടർ ഒരു പെക്കും. ഒരു ക്വാർട്ടർ ഒരു പെഗ്, ഒരു ക്വാർട്ടർ ഒരു പെഗ്, ഒരു ക്വാർട്ടർ ഒരു പെഗ്. കമൽ സാറേ, ഒരു ചെറുതടിച്ചാലോ? വെള്ളം അടിക്കാനോ? വേണ്ട രജനി. കറക്റ്റ്. കോഫി. ആന്റണി, 2 കാപ്പി എടുത്തേ. വേണ്ട രജനി, എനിക്കൊരു ചായ എടുത്തോ. കമൽ സാറേ, നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ചായ കുടിക്കൂ? ബജ്ജിയും കഴിക്കും ഞാൻ. സാർ, ഇത് പാം ഓയിൽ ഉണ്ടാക്കുന്നതാ. അതൊക്കെ സാർ കഴിക്കൂ. എന്ത് കൊടുത്താലും കഴിക്കും രജനി. കമൽ സാർ, നിങ്ങൾ എന്നെ പോലെ ലോക്കൽസ് ആകാൻ ശ്രമിക്കുക. സാർ, നിങ്ങൾ പണക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കമൽ സാറേ, ആ കള്ളുകൂടിനെ പിന്നെ കണ്ടായിരുന്നു സാറ്? ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? വെള്ളം അടിച്ചത് അവനാ, തലയ്ക്ക് പിടിച്ചത് എനിക്കും. കൊള്ളാം. ഇങ്ങനെ നെറ്റി ഭസ്മം തേച്ചോണ്ട് വന്ന ആൾക്കാർ പറ്റിക്കായിരിക്കും. അതാദ്യം തൂത്തുകളാ. സത്യമാണോ അനിയ? ഇത് ആരോടാ പറയുന്നത്? വരട്ടെ. വായേട്ടാ. അല്ല, നീ എത്തിയോ? പിന്നെ മന്ത്രിയോടൊരു കാര്യം. ഒരു മിനിറ്റ്, ആദ്യം ഒരു ഹാഫ് എടുക്കാം. ശരവണ, ഇതും കൂടെ ചേർത്ത് 2000 ലിറ്റർ അകത്താക്കിയിട്ടുണ്ട്. ഇനി എത്ര ലിറ്റർ കുടിച്ചാ മന്ത്രി എടുത്ത് കൊണ്ടുപോകുന്നെ? ഇപ്പൊ നിനക്ക് മന്ത്രിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. അതെ. വാ, എന്നാ എഴുന്നേക്ക്. ദേഷ്യം വന്നാലും കുപ്പി വിടത്തില്ലല്ലേ? അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അനിയും നമുക്ക് വേണ്ടയാളാ, അനിയും നമുക്ക് വേണ്ടയാളാ, അനിയും നമുക്ക് വേണ്ടയാളാന്ന്. കമൽ സാർ, സാറിന് മൊത്തം എത്ര ചേട്ടനുണ്ട്? 2 പേര്, ചന്ദ്രഹാസനും ചാരുഹാസനും. സാർ, പ്ലീസ്. ചായയുടെ കാശ് കൊടുത്തായിരുന്നു? വല്ലവന് സംസാരിക്കുന്നിടയ്ക്ക് സംസാരിക്കും. പോയി വേറെ പണി നോക്ക്. കമൽ സാർ, പാമോയിൽ തീരുന്നവരെ ബജ്ജി കിട്ടത്തുള്ളൂ. സാറിന്റെ കഥ മുഴുവൻ കേട്ടില്ലല്ലോ. മന്ത്രി ഡ്രൈവറിന്റെ അളിയനെ കാണിക്കാന്ന് പറഞ്ഞ് ഒരുത്തൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി. മിനിസ്റ്ററിന്റെ ഡ്രൈവറിന്റെ അളിയനാ. പറഞ്ഞ കാര്യം നടക്കും. ശരി ചേട്ടാ. അങ്ങനെ പോയാലോ? എന്തെങ്കിലും തന്നിട്ട് ഇത്രയും പറഞ്ഞല്ലേ? ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ എങ്ങനെയാ? ഇനി ഷർട്ടും പാൻറ്റും ഉള്ളൂ. ഒന്ന് വാ ചേട്ടാ, വാ വാ. സാറേ, ഇവൻ നമുക്ക് അടുത്ത ആളാ. അതെയോ? നമസ്കാരം ചേട്ടാ. നാളെ 8 മണിക്ക് വാ. ശരി ചേട്ടാ. ഹലോ, രാവിലെ വരാൻ ചേട്ടാ. എന്റെ ദൈവമേ, എന്നെ സഹായിക്കണേ. ഡെയിലി 8 മണിക്ക് പുള്ളിയുടെ വീടിന്റെ വാതുക്ക ഞാൻ ഉണ്ടാവും. നിന്ന് കാല് പോയത് മിച്ചം. അയാൾ എന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. വരുന്ന വഴി ലേറ്റായി. അതാ ചേട്ടൻ വന്നു. അല്ല, എന്നാ പോവല്ലേ? നമസ്കാരം ചേട്ടാ. 8 മണിക്ക് വാ. അയാൾ ഒഴിച്ച് അവിടെയുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും എനിക്ക് ഫ്രണ്ടായി. നമസ്കാരം ചേട്ടാ. 8 മണിക്ക് വാ. അതെ അതെ, നാളെ ഒരു 8 മണിക്ക് വാ. 8 മണി 8 മണി 8 മണി 8 മണി. മഞ്ഞപ്പിത്തത്തിന് മരുന്ന് വാങ്ങാൻ പോകുന്ന പോലെ ഡെയിലി 8 മണിക്കോടൊപ്പം നിൽക്കുക. എന്നിട്ട് അയാൾ ശരിക്കും വന്നായിരുന്നോ? വന്നു ചേട്ടാ. കൂടെ വേറൊരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? ഒരു പ്രേമം ഉണ്ടായി. ഇതുവരെ ഒരു ലവ് പോഷൻ വരാത്ത എന്താണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഒരു സുന്ദരനായ ചെറുക്കൻ ചുറ്റിക്കറങ്ങുന്ന കണ്ടിട്ട് ആ ഏരിയയിൽ ഒരു ജനൽ തുറക്കേണ്ടതാണല്ലോ. തുറന്നോ? അതെല്ലാം തുറന്നു. സാർ ബോണ്ട വേണ്ട, ഓൾറെഡി ഞാൻ ദേഷ്യത്തിലാ. ബില്ല് എത്രയെന്ന് പറ. ചേട്ടാ, എത്രയായി? 72 രൂപ. കമൽ സാർ, സാറിന് ചേഞ്ച് ഇല്ലെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ട്, കണ്ടോ? ഇതാ ചേട്ടാ, ബാലൻസ് എത്രയാ? ബജ്ജി 42, ടീ 30. എന്താ രജനി? അത് പിന്നെ നടക്കങ്ങോട്ട് നടക്ക്. 99 രൂപയായി സാറേ. ആ മീറ്റർ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് സാറിൻ്റെ ലവ് സ്റ്റോറി അങ്ങോട്ട് തുടങ്ങിക്കേ.